സാരി ലവേഴ്സിന് എപ്പോഴും ലൈവായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് ബോട്ടിൽ ഗ്രീൻ. എന്നാൽ ബോട്ടിൽ ഗ്രീനിൻ്റെ കൂടെ ഏത് കളർ എന്ന് ആലോചിക്കുമ്പോൾ ഒത്തിരി ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. എന്നാൽ റെയർ കോമ്പിനേഷനായിട്ടുള്ള ചെങ്കൽ ഓറഞ്ച് കളറിലുള്ള കോമ്പിനേഷനാണ് ഇന്നത്തെ സാരിയിൽ നമ്മൾ അവൈലബിൾ ആക്കുന്നത്. കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് ഇന്ന് ആ സാരിയുടെ ഡീറ്റെയിൽസ് കാണാം. ആൻഡ് ഈ സാരിയുടെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 8779 ആണ്. ആൻഡ് GR 142 എന്ന കോഡിലുമാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പം അപ്പർ പോർഷനിൽ ചെറിയ ബോർഡറും ലോവറിൽ ഇച്ചിരി കൂടെ വലിയ ബോർഡറുമായിട്ട് വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ. അപ്പം ഈ സാരി നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. ഫുൾ സാരി വീവിങ് പാറ്റേണിൽ വന്നേക്കുന്നതായത് കാരണം തന്നെ നമുക്കൊരു കൺസേൺ ഉണ്ടായിരിക്കും, ഇത് വെയിറ്റ് ഉള്ള സാരിയാണോന്ന്. അല്ല കേട്ടോ, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്ന സാരിയാണ്. ആൻഡ് ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. അപ്പർ പോർഷനിൽ എഡ്ജോട് ചേർന്ന് നിൽക്കുന്നത്, അതായത് ബാവഞ്ചി സാരീസിലൊക്കെ വരുന്നത് പോലെ തന്നെ എഡ്ജിനോട് ചേർന്ന് നിൽക്കുന്ന ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് അപ്പർ പോർഷനിൽ വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ സാരിയുടെ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ആൻഡ് ത്രൂ ഔട്ട് ദ സാരിയിൽ വീവിങ് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. അതായത് ജക്കാർഡിൻ്റെ തന്നെ കാന്ത പോലെ അല്ലെങ്കിൽ ലൈൻ പോലെ കുഞ്ഞതായിട്ട് വന്നേക്കുന്ന വീവിങ് ഡീറ്റെയിലിങ്ങും അതിൻ്റെ ഇടയിലെല്ലാം തന്നെ നമുക്ക് കരിമണിമാലയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡിസൈനർ വളകളിലൊക്കെ കാണുന്ന പോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലൈൻസ് വന്നിട്ട് മുത്തായിട്ട് നിൽക്കുന്ന പോലത്തെ ലുക്കാണ് ത്രൂ ഔട്ട് ദ സാരിയിൽ വന്നിരിക്കുന്നത്. ലൈൻ ആയത് കാരണം തന്നെ ഹൈറ്റ് ഇലൂഷൻ നന്നായിട്ട് തോന്നും. അതുപോലെ തന്നെ നമ്മൾ ഒതുക്കി ഉടുക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു ട്രിം ഫീലും തോന്നാനും നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് എൻ്റെ സെക്കൻഡ് താഴത്തെ ബോർഡർ വരുന്നത്. ഇതിനകത്ത് ഇത് കണ്ടോ, ഇതുപോലത്തെ ചെറിയ ചെറിയ കെട്ടുകൾ വരും. ഇതെന്തുകൊണ്ടാണെന്ന് നമ്മുടെ കസ്റ്റമേഴ്സ് പലപ്പോഴും ചോദിക്കാറുണ്ട്. അത് പ്യുവർ ഹാൻഡ്ലൂമിൽ വരുന്ന സാരികളിൽ കൈ വെച്ചാണ് നമ്മൾ നെയ്ത്. അപ്പം ഷട്ടിലിങ്ങനെ കുറുകെ ഒരു നൂലിടുന്ന നമ്മൾ കാണാറില്ലേ, ആ കുറുകെ ഇടുന്ന നൂല് ചില സമയങ്ങളിൽ എറിയുന്നതിൻ്റെ പ്രഷർ കൊണ്ടും ഒക്കെ പൊട്ടിപ്പോകാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ രണ്ടാമത് മറ്റേ നൂലെടുത്ത് കൂട്ടിക്കെട്ടി അതിനെ വീവ് ചെയ്തെടുക്കുമ്പോൾ എന്നിട്ട് വെട്ടിക്കളയുകയോ ചെയ്യുന്നത്. ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം അങ്ങനെ കെട്ടിയെടുക്കുന്നത് കാരണം തന്നെ അവിടെ നമുക്ക് ഒരു നോട്ട് വരികയും അതുകൊണ്ടാണ് ഇത് വരുന്നത്. കൈ വെച്ച് ചെയ്യുന്നതിന് മാത്രമാണ് അങ്ങനെ മെയിനായിട്ട് വരാറുള്ളത്. ഇതാണ് എൻ്റെ സാരിയുടെ ഫുൾ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ഡബിൾ ബോർഡറാണ്. അടുക്കി കുത്തിയാണെങ്കിലും വൺ ലെയർ ഇട്ട് കൊടുക്കുമ്പോഴാണെങ്കിലും നല്ലപോലെ ഒതുക്കത്തോട് കൂടി കിട്ടുന്നതാണ്. ആൻഡ് ഉള്ളുവശം ഇങ്ങനെയാണ് വന്നേക്കുന്നത്. പിന്നെ കൊണ്ട് വലിയുന്ന ഒരു പ്രശ്നം പൊതുവേ വരില്ല. അടുക്കി കുത്തുവാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ കണ്ടോ, അത് ഇങ്ങനെയാണ് എൻ്റെ പല്ലുവിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. സോ നോർമലി കാണുന്ന ഫ്ലോറൽ ജാൽ ഡിസൈൻസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ജോമെട്രിക്കൽ മെടഞ്ഞ പാറ്റേണിൽ വന്നിരിക്കുന്ന ഡിസൈൻ സ്റ്റൈലാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസും അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൗസാണ്. ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. പെട്ടെന്ന് കണ്ടാൽ നമുക്കൊരു ടിഷ്യൂ ആണെന്ന് തോന്നും. ജക്കാർഡ് ബ്രൊക്കേഡ് പാരീസിലൊക്കെ വരുന്നത് പോലത്തെ ബോഡിയിൽ വരുന്നത് പോലത്തെ വീവിങ് ഡിസൈനാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷനിൽ വന്നിരിക്കുന്നത്. സോഫ്റ്റ് സിൽക്കിനകത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഈ ഒരു സാരി നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ലൂംസ് ഓഫ് ലക്ഷറിയുടെ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഓരോ സാരീസിൻ്റെ. അപ്പം ഈ സാരി അവൈലബിൾ ആക്കിയിരിക്കുന്നത് 8779 പ്രൈസ് റേഞ്ചിലാണ്. ആൻഡ് കോഡ് വന്നിരിക്കുന്നത് GR 142.